നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. മെയ് 31 കേരളം സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെടുമെന്ന് ആര്യാടൻ മുഹമ്മദ്. പമ്പിംഗ് സബ്സിഡി അനുവദിച്ചില്ലെങ്കിൽ കർഷകർ നിഷേധ വോട്ട് ചെയ്യുമെന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ. വാർത്തകൾ വിശദമായി. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ താലൂക്ക് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. കുട്ടനാട്ടിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, വാഹനങ്ങളിലും വള്ളങ്ങളിലും കുടിവെള്ള വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം. താലൂക്ക് ഓഫീസ് പടിക്കൽ നടന്ന ഉപവാസ സമരം കുട്ടനാട് MLA തോമസ് ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. രണ്ട് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 50 വർഷത്തിനു മുൻപ് അന്നത്തെ ശാസ്ത്രജ്ഞന്മാര് രൂപകൽപ്പന ചെയ്തതാണ് തണ്ണീർമുക്കം ബണ്ട്. ആ ഉപ്പുവെള്ളത്തിന്റെ വേലിയേറ്റ സമയത്തെ കടന്നുകയറ്റം തടഞ്ഞു നിർത്തി കുട്ടനാട്ടിൽ രണ്ട് കൃഷി നടത്തി നെല്ലുൽപാദനം വർദ്ധിപ്പിച്ച് ഈ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യധാന്യ കമ്മി കഴിയുന്നിടത്തോളം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ഉദ്ദേശം. AD കുഞ്ഞച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി, KK അശോകൻ, D ലക്ഷ്മണൻ, ജോസ് കാവനാട്, ജോയ്ക്കുട്ടി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 31 കേരളത്തെ സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച സംസ്ഥാനമാക്കുമെന്നും അതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും ഊർജ്ജമന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഹരിപ്പാട് പുതുതായി ആരംഭിച്ച ഇലക്ട്രിക്കൽ സർക്കിൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ യോജന പദ്ധതി പ്രകാരം BPLകാർക്ക് സൌജന്യമായി വൈദ്യുതി ലഭിക്കുന്ന നടപടി പുരോഗമിച്ചു വരികയാണ്. കേരളത്തിലെ ഊർജ്ജക്ഷാമം പരിഹരിക്കുന്നതിന് വീടുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾക്ക് ബോർഡ് രൂപം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഹരിപ്പാട് ഇലക്ട്രിക്കൽ സർക്കിളിന്റെ ഭാഗമായി റീജിയണൽ ഓഡിറ്റ് ഓഫീസ് കൂടി നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും പവർ കിട്ടിയാൽ എന്ത് വില കൊടുത്തും വാങ്ങി കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഈ മെയ് മാസം 31 കൂടി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തുന്ന ഒരു സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ N പത്മകുമാർ, KSEB ചെയർമാൻ M ശിവശങ്കർ, KSEB ഡയറക്ടർ മുൻ MLAയുമായ B ബാബുപ്രസാദ്, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോൺ തോമസ്, AK രാജൻ, ശ്രീദേവി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെല്ലുവില വർധനയും പമ്പിംഗ് സബ്സിഡിയും അനുവദിച്ചില്ലെങ്കിൽ കുട്ടനാടൻ കർഷകർ നിഷേധ വോട്ട് ചെയ്യുമെന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ പറഞ്ഞു. നെല്ലുവില വർദ്ധിപ്പിക്കുക, 2011 ബജറ്റിൽ പ്രഖ്യാപിച്ച പമ്പിംഗ് സബ്സിഡി നടപ്പിലാക്കുക തുടങ്ങിയ കുട്ടനാട്ടിലെ കർഷകരുടെ ആവശ്യങ്ങൾ നടപ്പാക്കാതെ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് മന്ത്രിമാർ നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കുട്ടനാട്ടിൽ എത്തിയപ്പോൾ നെല്ലുവില 20 രൂപയാക്കാൻ ഫയൽ എത്തേണ്ട താമസം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഫയൽ നീങ്ങാത്തത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ഫാദർ തോമസ് പീലിയാനിക്കൽ ആവശ്യപ്പെട്ടു. മന്ത്രിമാരും വകുപ്പുകളും തമ്മിലുള്ള തർക്കങ്ങൾ മൂലം കർഷകർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കർഷകരുടെ ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ കുട്ടനാട്ടിലെ കർഷകർ പ്രതിഷേധ വോട്ട് ചെയ്യുമെന്നും ഫാദർ തോമസ് പീലിയാനിക്കൽ KCB ന്യൂസിനോട് പറഞ്ഞു. കേന്ദ്ര പ്രവാസികാര്യ വകുപ്പ് മന്ത്രി വയലാർ രവിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കിടങ്ങറ മദനപ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വയലാർ രവി നിർവഹിക്കും. തോമസ് ചാണ്ടി MLA അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് പ്രതിഭാഹരി, ലിസമസ് കറിയ, ഓമന അനിൽകുമാർ, സിന്ധു സൂരജ് തുടങ്ങിയവർ പങ്കെടുക്കും. മുട്ടാർ പഞ്ചായത്തിലെ 4 തോട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വേൾഡ് ബാങ്ക് ഫണ്ട് ഉപയോഗിച്ച് പത്തിൽ കുളിക്കടവ് മുതൽ മണലിൽ കലുങ്ക് വരെയുള്ള റോഡിന് ഗ്രാമസഭയിലും വർക്കിംഗ് ഗ്രൂപ്പിലും അനുമതി ലഭിക്കുകയും പണി ആരംഭിക്കാനിരിക്കെ യാതൊരുവിധ തീരുമാനവുമില്ലാതെ പ്രസിഡന്റ് ഈ തുക മിത്രക്കരിയിലേക്ക് വകമാറ്റിയെന്നും കഴിഞ്ഞ വർഷം ഇതേ റോഡിനായി 5 ലക്ഷം രൂപ ഉപയോഗിച്ചതാണെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ പത്തിൽ കുളിക്കടവ് മുതൽ മണലിൽ കലുങ്ക് വരെയുള്ള റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണ വാർഡ് മെമ്പർ തോമസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ആ റോഡ് ചെയ്യാൻ അർഹതയുണ്ട്, അനുവാദം ഉണ്ടതുകൊണ്ടാണ് സെക്രട്ടറി പേരിട്ട്. പിന്നീട് പ്രസിഡന്റ് അത് പറയുന്നത് ആ റോഡ് കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ഈ പ്രസിഡന്റ് എത്ര പ്രാവശ്യം എൻ്റെ കൂടെ ആ വഴി വന്നിട്ടുണ്ട്. പ്രസിഡന്റ് അറിയരുത് ആ വഴി ചെയ്താന്നും പ്രസിഡന്റ് അറിയാം. ഇവിടെ മെമ്പറായിരുന്നാണല്ലേ പ്രസിഡന്റ്. അപ്പൊ അറിയാൻ പരാഴിയല്ല, എന്തോ ആരെയോ പേടിച്ചതുപോലെ പ്രസിഡന്റ് പെട്ടെന്ന് സ്വരം മാറ്റി.
ആ റോഡ് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഞാനത് ശക്തമായി എതിർത്തു. എന്റെ കൂടെ നിന്ന എന്റെ മുട്ടാനുള്ള മെമ്പർമാർ പോലും തിരിച്ച് മിത്രക്കരിക്ക് റോഡ് പോകണമെന്ന് ആവശ്യപ്പെട്ടവരാ. അതായത് വികസനം മിത്രക്കരി മതി എന്നാണ് അവർ പറയുന്നത്. നേരെ 12ാം വാർഡിലേക്ക് 12ാം വാർഡ് നമുക്കറിയാം കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ മുടക്കി ചെയ്ത മിറ്റിൽ ചെയ്ത റോഡിന്റെ പുറത്തോട്ടാണ് വീണ്ടും വർക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് വർക്കും എന്താ വ്യത്യാസം? കഴിഞ്ഞ വർഷം നമ്മൾ റോഡ് ചെയ്തെന്ന് പറയുന്നു, കഴിഞ്ഞ വർഷം അവരും ചെയ്തു. അപ്പൊ ഇവിടെ മാത്രം കഴിഞ്ഞ വർഷം ചെയ്തോട്ട് ചെയ്യാൻ പാടില്ല എന്നും അവിടെ ചെയ്യാവുന്ന ഒരു നിയമം. അപ്പൊ മുട്ടാരിയിൽ വികസനങ്ങൾ വേണ്ട എന്നാണ് ഇവിടുത്തെ നമ്മുടെ മെമ്പർമാർ പോലും പറയുന്നത്. തോട്ടുവാത്തല ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച രാവിലെ സൌജന്യ PSC പഠന കോഴ്സ് ആരംഭിക്കും. കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഗ്രന്ഥശാല ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 30ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം 21, 22, 23 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാമങ്കരി പോലീസ് സബ് ഇൻസ്പെക്ടറുടെ തെറ്റായ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CPM DYFI പ്രവർത്തകർ രാമങ്കരി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. രാമങ്കരിയിൽ നടന്ന RSS CPM സംഘടനത്തിൽ പോലീസ് പ്രതി ചേർത്ത CPIM പ്രവർത്തകൻ ചന്ദ്രൻ ആറുവറയെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. ഉപരോധ സമരത്തിൽ CPIM കുട്ടനാട് ഏരിയ സെക്രട്ടറി KK അശോകൻ, NP വിൻസെന്റ്, P പ്രസന്നൻ, CP ബ്രീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തികച്ചും നിഷേധാത്മകമായ നിലപാട് CPIMനോട് സ്വീകരിക്കുക. ഇദ്ദേഹം ചില തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അവസരം വിനിയോഗിക്കുക. ഇത് കേവലമായിട്ടുള്ള സംഭവത്തിന്റെ പേരിൽ ഏതെങ്കിലും പ്രതികളെ മർദ്ദിച്ചു എന്നുള്ളതല്ല പ്രശ്നം. എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ എത്തി അതിനടുത്തെങ്ങാനും CPMന്റെ പ്രവർത്തനോ CPMന്റെ അനുഭാവികളോ നടന്നു പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അവരെ യാതൊരു കാരണവും കൂടാതെ പിടിച്ചുകൊണ്ടൊന്ന് മർദ്ദിക്കുന്ന ക്രൂര വിനോദം നടന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവിടുത്തെ SI എന്ന് പറയാൻ ലജ്ജയുണ്ട്. ഇത്തരത്തിലുള്ള ഏതാനും സംഭവങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലത്തിനിടയ്ക്കുണ്ട്. രാമങ്കരിൽ RSSുമായി ബന്ധപ്പെട്ട് CPMനെ ആക്രമിച്ച സംഭവം അതിന്റെ പ്രശ്നങ്ങളുമെല്ലാം ഉണ്ട്. ആ പ്രശ്നത്തിലും പോലീസ് CPMനെതിരായുള്ള നിലപാടാണ്, പക്ഷപാതപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ആ സംഭവത്തെ തുടർന്നാണ് ഇവിടെ സബ് ഇൻസ്പെക്ടറായി ശ്രീമാൻ സഞ്ജയ് ചാറിയെടുത്തത്. അതിനുശേഷം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം നോക്കിയാൽ CPMനെ തകർക്കാൻ വേണ്ടി ആരുടെയോ പണം വാങ്ങി ഏജന്റായി പ്രവർത്തിക്കുന്ന, കോൺട്രാക്ട് എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാത്രമേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. SIക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തി ഉന്നത ഓഫീസർമാർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് പുളിങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് KCYMന്റെ നേതൃത്വത്തിൽ കുടിവെള്ള ക്ഷാമത്തിനെതിരെ ഉപവാസ സമരവും പ്രതിഷേധ റാലിയും സംഘടിപ്പിക്കും. ശനിയാഴ്ച രാവിലെ പുളിങ്കുന്ന് ജങ്കാർ കടവിൽ ആരംഭിക്കുന്ന സമരം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK വേണുഗോപാലും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാമങ്കരി വേഴപ്ര ടൈറ്റാനിക്കിന് സമീപമുണ്ടായ RSS CPM സംഘർഷത്തിൽ പ്രതിയായ CPM പ്രവർത്തകൻ വേഴപ്ര ആറുവറയിൽ ചന്ദ്രനെ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തു. രാമങ്കരി പോലീസ് സ്റ്റേഷനിൽ 2013 ഓഗസ്റ്റ് മാസം നടന്ന RSS CPM സംഘടനയെ തുടർന്ന് ഒളിവിൽ പോയിരുന്ന ചന്ദ്രൻ എന്ന് പറയുന്ന പ്രതിയെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. ടിയാനോട് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയെങ്കിലും അത് തള്ളിക്കൊണ്ട് നവംബർ മാസത്തിൽ കോടതിയിൽ നിന്നും ഡയറക്ഷൻ ചെയ്തായിരുന്നു പോലീസ് മുൻകൂർ കീഴടങ്ങാൻ. എന്നാൽ അദ്ദേഹം നിരവധി തവണയായിട്ട് ഒളിയിൽ താമസിക്കുന്ന രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ രാമങ്കരി പോലീസാണ് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കൂടാതെ അദ്ദേഹം വേറെ 1-2 കേസുകളിലെ കൂടി പ്രതിയായിരുന്നു. കേസിൽ പ്രതിയായ ഇയാൾ കണ്ണൂരിലും പുതുപ്പള്ളിയിലും ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് JB കോശി വെള്ളിയാഴ്ച തിരുവല്ല ബാർ അസോസിയേഷൻ ഹാളിൽ സിറ്റിംഗ് നടത്തി. ഫെബ്രുവരി 25 പത്തനംതിട്ട ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലും കമ്മീഷൻ സിറ്റിംഗ് നടത്തും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി.
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുള്ള അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ബി മോഹനൻ പറഞ്ഞു. പുളങ്ങുന്ന ഗ്രാമപഞ്ചായത്തിലെ 2014-2015 സാമ്പത്തിക വർഷത്തെ ബജറ്റിന് അംഗീകാരം ലഭിച്ചു. 12,34,21,660 രൂപ വരവും 11,50,02,500 രൂപ ചിലവും 84,19,160 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പിപ്പിരിച്ചൻ പുളിന്തറ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാണിമോൾ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, ദേശീയ പട്ടികവർഗ ധനകാര്യ വികസന കോർപ്പറേഷന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന ആദിവാസി ശിക്ഷാ യോജന പദ്ധതി പ്രകാരം വായ്പ നൽകുന്നു. രാജ്യത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PhD ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ സാങ്കേതിക കോഴ്സുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. നെടുമുടി പോലീസിന്റെയും ചേന്നങ്കരി ദേവമാത ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ബോധവത്കരണ ക്ലാസ് നെടുമുടി പോലീസ് സബ് ഇൻസ്പെക്ടർ K. ശിവൻകുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പത്രത്തിലും ടിവിയിലും ഒക്കെ ദിവസവും കാണുന്ന പ്രശ്നങ്ങളാണ്. കുട്ടികൾ കാക്കഴം സ്കൂളിൽ തന്നെ ഒരു സംഭവം, വളരെ ദയനീയമായ ഒരു അന്ത്യം ഉണ്ടായിരുന്നു. സ്നേഹം നടിച്ച് അവരെ കൊണ്ടുപോയി ആവശ്യമില്ലാത്ത ഫോട്ടോ ഒക്കെ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് 3 കുട്ടികൾ വിഷം കഴിച്ച് സ്കൂളിനകത്ത് തന്നെ മരിച്ചൊരു സംഭവം. അതൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ എന്നും ഉണ്ടാകണം. ആരെയും കൂടുതൽ അന്ധമായി വിശ്വസിക്കാതെ നമുക്കിപ്പോൾ പഠിക്കേണ്ട സമയമാണ്. ഒത്തിരി പഠിക്കാനുണ്ട്. 4-5 മണിക്കൂർ ഉറങ്ങുന്ന സമയം കഴിഞ്ഞാൽ ഇച്ചിരി 1 മണിക്കൂർ എന്തെങ്കിലും വിനോദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി മുഴുക്ക സമയം പഠിക്കാൻ തീരത്തില്ല. അതിന് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. മേലോട്ട് ചെല്ലുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് പഠിച്ചു പോകുന്ന സാധനങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കുന്നത്. അപ്പം ഇപ്പം കഷ്ടപ്പെട്ട് പഠിച്ചാൽ അത്രയും കുറച്ച് മേലോട്ട് പഠിച്ചാൽ മതി. പിന്നെ പഠിക്കാൻ പറഞ്ഞിരുന്നാൽ നടക്കു തോന്നില്ല. സ്കൂൾ മാനേജർ ഫാദർ ജേക്കബ് ചീരംവേലിൽ അധ്യക്ഷത വഹിച്ചു. TV കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് അഡ്വക്കേറ്റ് ജിനു എബ്രഹാം കുട്ടികൾക്ക് ബോധവത്കരണ ക്ലാസ് നടത്തി. കാർഷിക മേഖലയുടെ വികസനത്തിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള വെളിയനാട് ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റിന് അംഗീകാരം. 7.68 കോടി രൂപ വരവും 7.59 കോടി രൂപ ചിലവും 9 ലക്ഷം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP മനോജ് കുമാർ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആധുനിക ഉൽപാദന രീതികളിലും ഉൽപ്പന്നങ്ങളിലും അവലംബിക്കേണ്ട നൂതന സാങ്കേതിക വിദ്യകളും നിയമപരിജ്ഞാനങ്ങളും ഉൾപ്പെടുത്തി പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകർക്കായി ഫെബ്രുവരി 25-26 തീയതികളിൽ പത്തനംതിട്ട ഹോട്ടൽ മണ്ണിൽ റീജൻസിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കും. ഫെബ്രുവരി 25 രാവിലെ 10 ജില്ലാ കളക്ടർ ബി മോഹനൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. CPI ജനകീയ യാത്രയ്ക്ക് കുറിച്ചിയിൽ സ്വീകരണം നൽകി. വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തണമെന്നും അഴിമതി തടയണമെന്നും ജാഥ ക്യാപ്റ്റൻ CK ശശിധരൻ പറഞ്ഞു. അഡ്വക്കേറ്റ് VV ബിനു, CG സേതുലക്ഷ്മി, TN പരമേശ്വരൻ, VK സന്തോഷ് കുമാർ, P സുഗതൻ, N ജയപ്രകാശ്, രാജു തെക്കേക്കര, ആഷിഖ് മണിയംകുളം, സുകുമാരൻ നെല്ലിശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 2014-2015 സാമ്പത്തിക വർഷം വിവിധ സാധന സാമഗ്രികൾ ലഭ്യമാക്കുന്നതിനും സേവനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു.
എടത്വ പഞ്ചായത്തിലെ കോഴിമുക്ക് മങ്കോട്ടച്ചിറയ്ക്ക് സമീപം സാമൂഹ്യ വിരുദ്ധർ വാഴകൃഷി വെട്ടി നശിപ്പിച്ചതായി പരാതി. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. മങ്കോട്ടച്ചിറയ്ക്ക് സമീപം സ്ഥലം പാട്ടത്തിനെടുത്ത് വാഴകൃഷി ചെയ്തിരുന്ന PC കുഞ്ഞുമോന്റെ 5 മാസത്തോളം പ്രായമായ 200ഓളം ഏത്തവാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. എടത്വ പോലീസിൽ പരാതി നൽകി. നവംബർ മാസത്തിൽ വെച്ച് വാഴയാണ്. കച്ചവടം നഷ്ടമായി. എടത്വ SBT വായ്പ എടുത്ത് കുടിച്ച് വന്ന് ജപ്തി ഭീഷണി നേരിടുന്നതുകൊണ്ട് ഞാൻ ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ച് എൻ്റെ കൃഷി 1 ലക്ഷം രൂപയോളം വിളനഷ്ടം വരുത്തിയിരിക്കും. അനധികൃത പണമിടപാട് നടത്തിയ പ്രതിയെ രാമഗിരി പോലീസ് പിടികൂടി. പാപ്പിച്ചൻ അലക്സ് എന്നയാളുടെ പരാതിയെ തുടർന്നായിരുന്നു പ്രതിയെ പിടികൂടിയത്. പ്രതിയിൽ നിന്ന് 15 ലക്ഷം രൂപ കടം വാങ്ങുകയും തുടർന്ന് പലിശ ഇനത്തിൽ 40 ലക്ഷത്തോളം രൂപയും മുതലിൽ 13 ലക്ഷം രൂപയും നൽകി. എന്നാൽ ഇനി 2 ലക്ഷം രൂപ നൽകാനുണ്ട് എന്നാവശ്യപ്പെട്ട പ്രതി ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് രാമഗിരി സബ് ഇൻസ്പെക്ടർ CT സഞ്ജയിന്റെ നേതൃത്വത്തിൽ പ്രതിയായ പഞ്ചാര പുത്തമ്പുര ജിജോയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മുദ്രപത്രങ്ങൾ, ബ്ലാങ്ക് ചെക്കുകൾ, പ്രോമിസറി നോട്ടുകൾ ഉൾപ്പെടെ 25ഓളം രേഖകൾ പിടികൂടി. ഇയാൾക്കെതിരെ മണി ലെൻഡിംഗ് ആക്ട് പ്രകാരം കേസെടുത്തു. റെയ്ഡിൽ സബ് ഇൻസ്പെക്ടർ CT സഞ്ജയെ കൂടാതെ ASI പ്രസന്നൻ, രാജു, ബാലചന്ദ്രൻ, റിജോ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ ആരംഭിക്കുന്ന ക്ലിനിക്കൽ ലാബോറട്ടറിയിലേക്ക് അംഗീകൃത യോഗ്യതയുള്ള ടെക്നീഷ്യനെ ദിവസവേതനാടിസ്ഥാനത്തിൽ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ഫെബ്രുവരി 24 രാവിലെ 10 ആലപ്പുഴ ഇരുമ്പുപാലത്തിന് കിഴക്കുവശമുള്ള ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ ഹാജരാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പത്തനംതിട്ട കളക്ടറേറ്റിലെ ഇലക്ഷൻ വെയർഹൌസിൽ നടത്തിയ വോട്ടിംഗ് മെഷീനുകളിലെ മോക്ക് പോൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ B മോഹനൻ നിർവഹിച്ചു. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് മെഷീനുകൾ പരിശോധിച്ച ശേഷമാണ് മോക്ക് പോൾ നടത്തിയത്. ചമ്പക്കുളം ഗാകുലത്ത ആശ്രമ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനൂസിന്റെ തിരുനാൾ ഫെബ്രുവരി 22, 23 തീയതികളിൽ നടക്കും. 22 വൈകുന്നേരം ഫാദർ പോൾ താമരശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 23 നടക്കുന്ന പ്രദക്ഷിണത്തോടെ തിരുനാളിന് കൊടിയിറങ്ങും. ഇനി ചരമവാർത്തകൾ. എടത്വ ഉലക്കപ്പാടിയിൽ ജോർജ് സെബാസ്റ്റ്യൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മങ്കൊമ്പ് തെക്കേക്കര ആറ്റുവേലിൽ ജോസ് സിറിയക് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3:30 പായിപ്പാട് സെന്റ് തോമസ് ദേവാലയ സിമിത്തേരിയിൽ. ചങ്ങങ്കരി അട്ടിയിൽ ദേവസ്യ വർക്കി നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3:30 എടത്വ സെന്റ് ജോർജ് ഫെറോന ദേവാലയ സിമിത്തേരിയിൽ. പുളിങ്ങുന്ന് കണ്ണാടി നടുവത്തുശ്ശേരി വീട്ടിൽ ഭാരതി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 1 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ജനപ്രതിനിധികൾ ഉപവാസ സമരം നടത്തി. മെയ് 31 കേരളം സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെടുമെന്ന് ആര്യാടൻ മുഹമ്മദ്. പമ്പിംഗ് സബ്സിഡി അനുവദിച്ചില്ലെങ്കിൽ കർഷകർ നിഷേധ വോട്ട് ചെയ്യുമെന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.